Hello all, welcome to English class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIOSലെ +2ലെ 6th ചാപ്റ്റർ ആണ്. 6th ചാപ്റ്റർ വന്നിട്ടൊരു പോയമാണ്. ഇത് എഴുതിയിരിക്കുന്നത് കമല സുരയ്യാണ്. അവരുടെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു പോയമാണ്. അവരുടെ കുട്ടിക്കാലത്തുള്ളൊരു ചെറിയൊരു അനുഭവം ആണ് ഈ കവിതയിൽ കൂടെ പറയുന്നത്. അതായത് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലിമെന്റ് ഉള്ളൊരു അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, ഒരു ഇൻസിഡന്റ് അവരിപ്പോൾ ഒരു കവിതയായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആണെങ്കിൽ കൂടിയിട്ടും ഒരുപാട് അർത്ഥതലങ്ങളുള്ളൊരു കവിതയാണിത്. അവരുടെ ഈ ഒരു ലോൺലിനെസ്സും ഒറ്റപ്പെടലുകളും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന എന്താ പറയുക ഒറ്റപ്പെടലിനെ കുറിച്ചാണ് മെയിനായിട്ട് ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു പോയം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ തിങ്സ് യുവർ ഗ്രാൻഡ് മദർ ഡിഡ് ഫോർ യു വെൻ യു ആർ ചൈൽഡ്? വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ടു ഓഫ് ദ ടൈം യു സ്പെൻഡ് വിത്ത് ഹെർ? അതായത് നമ്മുടെ ഗ്രാൻഡ് മാസിൻ്റെ അടുത്ത് നമുക്ക് എപ്പോഴും ഒരു അഫെക്ഷനും സ്നേഹവും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അങ്ങനെ ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ പണ്ടുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു സ്നേഹവും അഫെക്ഷനും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർ കഥകളൊക്കെ പറഞ്ഞു തരും അല്ലേ, പാട്ടുകളൊക്കെ പാടിത്തരും, അങ്ങനെയുള്ളൊരു അപ്പം അത് ഇവർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു പോയമാണ്. ഇനി നൗ ലെറ്റേഴ്സ് റീഡ് ദ പോയം മൈ ഗ്രാൻഡ് മദർ ഹൗസ്. ദ പോയറ്റ് റിമെമ്പർ ഹിസ് ഗ്രാൻഡ് മദർ ആൻഡ് വിഷസ് ദാറ്റ് ഷീ വർ എലൈവ് ടു ലവ് ഹർ, ടു മേക്ക് ഹർ ഫീൽ വാണ്ടഡ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ പോയറ്റ് അതായത് കമല സുരയ്യ അവരെന്ത് ചെയ്യാണ്, അവർ ഓർക്കുകയാണ് അവരുടെ മുത്തശ്ശി ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നേനെ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ മുത്തശ്ശിയായിട്ടുള്ളൊരു ചെറിയൊരു ഓർമ്മ കൂടിയാണ് ഇതിൽ കൂടെ പറയുന്നത്. അപ്പൊ നോക്കാം. There is a house now far away where once I received love, that woman died. There is a house now far away where once I received love, that woman died. ഇതിൽ പറയുന്ന ഒരു വീടുണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിനും ഒരുപാട് ദൂരെയാണ്. ഇപ്പൊ അവര് താമസിക്കുന്നത് നഗരത്തിലാണ്. നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരെ ചെന്നെത്താൻ പറ്റാത്തത്രത്തോളം ദൂരത്തിലാണ് ആ വീട് ഇപ്പൊ ഉള്ളത്. ഐ റിസീവ്ഡ് ലവ്, അവിടെ എനിക്ക് എന്താണ്, ആ വീട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് സ്നേഹം ലഭിച്ചിരുന്നു. അവിടെ ഉള്ളവർ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹിച്ചിരുന്ന വ്യക്തി, ദാറ്റ് വുമൺ ഡൈഡ്, ഇപ്പോൾ എന്താണ്, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അവര് മരിച്ചു പോയിരിക്കുന്നു. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിനും ഒരുപാട് ദൂരെയായിരുന്നു പണ്ട് മുത്തശ്ശി താമസിച്ചിരുന്ന വീട്. അവരെന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അവരെനിക്ക് ഒരുപാട് സ്നേഹം തന്നിരുന്നു എന്നാണ് പറയുന്നത്. അവരിപ്പോ ഇല്ല, അവര് മരിച്ചുപോയി. The house withdraw into silence, snakes moved among books, I was then too young. എന്താണ് ഇപ്പൊ ആ വീട് എന്താണ്, ഒരു സൈലൻസിലേക്ക്, ഒരു നിശബ്ദതയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ആരും താമസമില്ല, മുഴുവൻ അന്ധകാരമാണ് അല്ലെ. പിന്നെ എന്താണ്, എമോങ് ബുക്സ് ഐ വാസ് ദെൻ ടു യങ്, അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ താമസിച്ചിരുന്ന ഒരു വീടായിരുന്നു അത്. അവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ആ പുസ്തകങ്ങളൊക്കെ ഇപ്പൊ എന്താണ്, ആ പുസ്തകങ്ങളൊന്നും ഇപ്പം ആരും നോക്കാതെയായി, ആരും കാണാതെയായി. എന്താണ്, സ്നേക്ക് മൂവ്ഡ് എമോങ് ബുക്സ് അല്ലെ. അതായത് അടച്ചിട്ടിരുന്ന ആ വീട്ടിലിപ്പോൾ എന്താണ്, പാമ്പുകൾ ഇടയ്ക്ക് എഴഞ്ഞു പോവാറുണ്ട് ആ പുസ്തകങ്ങളുടെ ഇടയിലൂടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന ഇവരുടെ തറവാട് വീട് അല്ലെങ്കിൽ മുത്തശ്ശിയുടെ വീട് എന്താണ്, ഇപ്പൊ ആരും ഇല്ലാതെ അടഞ്ഞു കിടപ്പാണ്. അവിടെ എന്താണ്, ആ വീട് പതിയെ ഒരു നിശബ്ദതയിലോട്ട്, ഒരു സൈലൻസിലോട്ട് പോവുകയാണ് ചെയ്തത്. To read and my blood turn cold like of the moon often I think of going. ഇടയ്ക്ക് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു ഞാൻ അവിടെ പോയെങ്കിൽ, അല്ലെങ്കിൽ പോവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താണ്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, മൈ ബ്ലഡ് ടേൺ ലൈക്ക് ദ മൂൺ, എൻ്റെ ബ്ലഡ് എന്താണ്, മരവിച്ചു പോവാണ്. ബ്ലഡ് മരവിച്ചു പോകുന്നു ഉദ്ദേശിക്കുന്നത് ഞാനൊരു എന്താ പറയുക, അനങ്ങാൻ പറ്റാതെ ഞാൻ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഞാൻ മരവിച്ച് നിൽക്കുകയാണ് എന്നാ പറയുന്നത്. ലൈക്ക് ദ മൂൺ, ഒരു ചന്ദ്രനെ പോലെ എന്നാണ് പറയുന്നത്. There to peer through the blind eyes of windows or just listen to the frozen air. നമ്മൾ ആ വിൻഡോയിൽ കൂടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ, ആ വീടിന്റെ വിൻഡോയിൽ കൂടെ നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, അതായത് ആ വിൻഡോസിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കണ്ണടച്ചിട്ടുള്ള ജനലുകളാണ് കാണുന്നത്. അതായത് കണ്ണടച്ചിട്ടുള്ള ജനലുകൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുട്ടാണ്. കാര്യം അവിടെ ആൾതാമസമല്ല, വലിയൊരു വീടാണ്. അവിടെ എന്താണ്, ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇപ്പം പാമ്പുകളും പുസ്തകങ്ങളുടെ ഇടയിലൂടെ
പോകുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അത്രയും ആരുമില്ലാതെ ഒരുപാട് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്. പക്ഷെ ആ വീട്ടിൽ നിന്നാണ് അവർ എന്ത് ചെയ്തത്, അവർക്ക് ഒരുപാട് സ്നേഹവും പിന്നെ ലാളന്യൊക്കെ ലഭിച്ചിരുന്നത്. അവരുടെ മുത്തശ്ശിയുടെ വീടായിരുന്നു അത്. അവരാണ് ഈ മുത്തശ്ശിയാണ് ഈ കമലാ സുരയ്യനെ വായനയുടെ ലോകത്തേക്കും പുസ്തകങ്ങളുടെ ലോകത്തേക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ദർ ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡേഴ്സ് ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. ഞാൻ എപ്പോഴെങ്കിലും ആ വിൻഡോയിൽ ഇടയ്ക്കൂടെ നോക്കുമ്പോൾ എന്താണ്, എത്തി നോക്കുമ്പോൾ കാണുന്നത് വെറും ഒരു ഇരുട്ട് മാത്രമാണ്. പിന്നെ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ, അതായത് ഫ്രോസൺ ആയിരിക്കുന്ന എയർ അല്ലെ, അതായത് കാറ്റ് മാത്രം, അനങ്ങാൻ പറ്റാത്ത കാറ്റ് മാത്രം അവിടെ തങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഓർ ഇൻ വൈൽഡ് ഡിസ്പെയർ പിക്ക് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ. എന്താണ്, ഇപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് പറ്റുകയാണെങ്കിൽ, എനിക്കിപ്പോൾ കഴിയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൈപ്പിടിയിൽ അവിടെ നിന്ന് കുറച്ച് ഇരുട്ടിനെ കൊണ്ടുവരുമായിരുന്നു. അതായത് അവർക്ക് ഇപ്പം അവിടെ ഇരുട്ടാണ്, ഡാർക്ക്നെസ് ആണ്. ഇപ്പം അവർ ജീവിക്കുന്നത് ഒരു ടൗണിലാണ്, ഒരുപാട് ദൂരെയാണ്. എനിക്ക് തോന്നുന്നു കൽക്കട്ടയും മറ്റെങ്ങാണ്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ അവരും ഈ കമലാ സുരയ്യ അവരുടെ ചെറുപ്പകാലത്ത് ജീവിച്ചിരുന്ന വീട് ഇപ്പോൾ വെറും അന്ധകാരത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇരുട്ടിനെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ഞാൻ ആ ഇരുട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാര്യം അവരുടെ ആ വീട്ടിലെ ഇരുട്ടിനെയും അവിടുത്തെ ഭയാനതകളെയും ഒന്നും ഇവർ ഭയക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂം ഡോഗ് യു കനോട്ട് ബിലീവ് ഡാർലിംഗ്. എന്താണ്, എന്നിട്ട് ഒരു ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിശബ്ദനായ പട്ടിയെ പോലെ ഞാൻ ഇവിടെ നിന്നേനെ എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ ഈ റൂമിൽ തന്നെ ഞാൻ അവിടുത്തെ ഒരു അന്ധകാരം ഇവിടെ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ ഞാൻ ഈ ബെഡ്റൂമിൽ സൂക്ഷിച്ച് വെച്ചേനെ എന്നാണ് അവര് പറയുന്നത്. യു കനോട്ട് ബിലീവ് ഡാർലിംഗ്. ഇപ്പൊ എന്താണ്, യു കനോട്ട് ബിലീവ് ഡാർലിംഗ്. നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങളിപ്പോൾ വിശ്വസിക്കില്ല. ആരെടുത്താ പറയുന്നത്, ഡാർലിംഗ്. ഒരു പക്ഷെ അവരുടെ ഹസ്ബൻഡിന്റെ അടുത്താണ് പറയുന്നത്. ക്യാൻ യു ദാറ്റ് ഐ ലിവ്ഡ് ഇൻ എ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്. അവിടെ എന്താണ്, ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയും ഒരുപാട് സ്നേഹവും പരിലാളനയൊക്കെ കിട്ടി വളർന്ന ഒരു വീടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താണ്, വിശ്വസിക്കില്ല. I who have lost my way and beg now strangers doors to receive love at least in small change. എന്താണ്, എനിക്ക് പണ്ട് അവിടെ നിന്ന് ഒരുപാട് സ്നേഹവും സമാധാനമൊക്കെ കിട്ടി. പക്ഷെ ഇപ്പോഴും ഞാൻ ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് യാചിക്കുകയാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അവിടെ നിന്നും സ്നേഹം കിട്ടുന്നില്ല. എനിക്ക് എന്താണ്, ഡോർസ് ടു റിസീവ് ലവ് അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്. പക്ഷെ എനിക്ക് അവിടെ നിന്നൊന്നും എന്താണ്, സ്നേഹമൊന്നും കിട്ടുന്നില്ല. ഞാൻ അത്ര ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു പോയം എന്ന് പറയുന്നത് അവരുടെ മുമ്പത്തെ പേരാണ് മാധവിക്കുട്ടി. അവര് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചവർ കമലാ സുരയ്യ എന്നുള്ള പേര് സ്വീകരിക്കുകയായിരുന്നു. അപ്പൊ കമലാ സുരയ്യ അവരുടെ ചെറുപ്പകാലത്തിലേക്കുള്ള ഒരു ഓർമ്മക്കുറിപ്പുകൾ കൂടിയാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. അവരുടെ മുത്തശ്ശി, അവരുടെ ഗ്രാൻഡ് മദർ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അപ്പൊ ആ വീട് ഇപ്പൊ ഒരുപാട് ദൂരെയാണ്, അല്ലെങ്കിൽ നാട്ടിൻപുറത്താണ്. ഇപ്പൊ ആ മുത്തശ്ശി അവരെ അവിടെ ജീവിച്ചിരിപ്പില്ല. ഈ മുത്തശ്ശിയുടെ അടുത്ത് ഒരുപാട് ബുക്സും പിന്നെ ഒരുപാട് കളക്ഷൻസ് ഓഫ് ബുക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ മുത്തശ്ശിയാണ് കമലാ സുരയ്യനെ ഈ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ ആ വീട്ടിൽ നിറയെ അന്ധകാരം മാത്രമാണ്. ഈ പുസ്തകങ്ങളുടെ ഇടയ്ക്ക് പാമ്പുകൾ പോലും ഇഴഞ്ഞു പോകുന്നത് നമുക്ക് ചിലപ്പം കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. അവിടുത്തെ ഇരുട്ടിന് ഇപ്പൊ അവിടെ കംപ്ലീറ്റ് ഇരുട്ടാണ്. നമുക്ക് അവിടെ ഒരു ജനലിലൂടെ പോയി നോക്കുമ്പോൾ നമുക്ക് അവിടെ വെട്ടോ വെളിച്ചോ ഒന്നും കാണാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ഇരുട്ടാണ്. ആ ഇരുട്ട് ഇങ്ങ് നാട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ബെഡ്റൂമിൽ വെച്ചിരുന്നാൽ പോലും എനിക്ക് അത്രയും പേടിയില്ല. എനിക്ക് അവിടുത്തെ ഇരുട്ടിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു. പിന്നെ അവരെന്താണ്, അദ്ദേഹത്തിന്റെ കമലാ സുരയ്യന്റെ ഭർത്താവിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ വിശ്വസിക്കില്ല, എന്താണ്, എനിക്ക് ഒരിക്കൽ എനിക്ക് അവിടെ നിന്നാണ് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുള്ളത്. എന്നെ അവിടെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ അവസ്ഥ അതല്ല. ഇന്ന് എന്നെ സ്നേഹിക്കാനും എന്നെ മനസ്സിലാക്കാനും ആരും ഇല്ല എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അവരിപ്പം അവരുടെ ലൈഫിൽ അത്ര ഒരു ഹാപ്പി അല്ല. അവരുടെ മാരേജ് ലൈഫിൽ പോലും അവരത്ര ഹാപ്പി അല്ല. അവരെവിടെയും ഒരു ഹാപ്പി അല്ല. അവരുടെ ലൈഫ് എന്തോ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര നിരാശ, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട് ലൈഫിൽ എന്നൊക്കെയാണ് ഈ ഒരു കവിതയിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഈ ഒരു കവിത നമ്മളുടെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഫ്യൂച്ചറിൽ നമുക്ക് ഡിഗ്രിക്കും MA-ക്കൊക്കെ സ്ഥിരമായിട്ട് പഠിക്കാനുണ്ടാകുന്ന ഒരു കവിതയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയാണ്, ഒരു റീകലക്ഷൻ ആണ്. ചൈൽഡ്ഹുഡ് മെമ്മറീസ് റീകലക്ട് ചെയ്യുന്ന ഒരു പോയമാണ്. അവരുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ചെറിയൊരു പോയം.
ഇനി നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ മനസ്സിലാവും. പിന്നെ നമുക്ക് ഗ്രാമർ പോർഷൻ ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇത് വളരെ ചെറിയൊരു പോയമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ഇന്നത്തെ കാലത്ത് എത്രത്തോളം എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് എന്നുള്ളതാണ് നമുക്കിത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേര് വന്നിട്ട് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. പക്ഷെ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? സ്ട്രെസ്. സ്റ്റുഡൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മളുടെ പോയത്തിനെ പറ്റിയുള്ളത് പോയം കഴിഞ്ഞു. അത് സിമ്പിൾ ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ്, ഇച്ചിരി കുറച്ച് ഭാഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ 7th ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അത് അവർക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അത് എത്രത്തോളം അവരുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു പാസേജിൽ പറയുന്നത്. അപ്പൊ ഇവിടെ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മുടെ വായനയും നമ്മുടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് അങ്ങനെ കൊടുക്കുന്നത്. ശരിക്കും ഇതിലൊരു സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് നോക്കിയിട്ട് വരാം. ബിഫോർ എക്സാമിനേഷൻസ് മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ tremendous stress, but it is not just students who are stressed. Teachers and parents too face the same situation. അപ്പൊ ഇന്നത്തെ ലൈഫിൽ നല്ല ഏത് കാലത്തായാലും സ്റ്റുഡൻസ് അനുഭവിക്കുന്ന ഒരു ഇതിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റുഡൻസ് മാത്രമല്ല, അവരുടെ കൂടെ അവരുടെ പേരൻസും ടീച്ചേഴ്സും എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതായത് എക്സാമിന് മുമ്പ് മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ tremendous സ്ട്രെസ്. അതായത് ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെസ്സിന്റെ പിടിയിലാവുന്നുണ്ട്. ഭയാനകമായിട്ടുള്ള ആ സ്ട്രെസ്സിന്റെ പിടിയിൽ അകപ്പെടുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റുഡൻസ് ഹു ആർ സ്ട്രെസ്ഡ്. അതായത് വിദ്യാർത്ഥികൾ മാത്രമല്ല, പിന്നെയോ അവരുടെ കൂടെ ടീച്ചേഴ്സ്, പേരൻസ് എല്ലാവരും ഈ ഒരു സെയിം സിറ്റുവേഷനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു കുട്ടി എക്സാം എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം കുട്ടിക്ക് ടെൻഷനാണ്, പിന്നെ പാരൻസിന് അല്ലെ, അവർക്ക് എന്താണ് അവരുടെ കുട്ടി എങ്ങനെയെങ്കിലും ഫസ്റ്റ് ആവണം, ജയിക്കുവോ, അവർക്ക് എഴുതാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു സ്ട്രെസ്. പിന്നെ ടീച്ചേഴ്സിനാണെങ്കിൽ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അവര് എക്സാം അപ്പിയർ ചെയ്യുമോ, അവർക്ക് പാസ്സാവുമോ, ഇങ്ങനെ എല്ലാവരും ഇതിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്ഡ്? അപ്പൊ ചോദിക്കുകയാണ് അല്ലെ, എന്തിനാണ് ജനങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്നത്? എന്തിനാണ് ഈ സ്ട്രെസ് അനുഭവിക്കുന്നത്? Adolescents are faced with the demands of their developmental tasks and that of a complex society. അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലത്ത്, അതായത് കൗമാരകാലത്ത്, നമ്മളൊരു 10ന്റെയും ഒരു 16ന്റെയും ഒക്കെ വയസ്സ് ഇടയ്ക്കുള്ള പ്രായം. ആ പ്രായത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു സ്ട്രെസ്സിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു അഡോളസൻസ് ആണ്, അവരുടെ കൗമാരഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു കോംപ്ലക്സ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. ദേ നീഡ് ടു അക്വയർ സ്കിൽസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എമേർജ് ഇൻ ടു അഡൾട്ട്ഹുഡ് അൺഅഫക്റ്റഡ് ബൈ ദീസ് ഡിമാൻഡ്സ്. അതായത് ഈ കുട്ടികളിലെ ആ കുട്ടികൾ അറിഞ്ഞോ അറിയാതെ അവരുടെ സ്കിൽസ് ഒക്കെ എന്ത് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് അഡൽട്ടിന്റെ മുതിർന്നവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സാക്രിഫൈസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അവര് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതായത് മാർക്ക് കിട്ടുമോ, മാർക്ക് കിട്ടത്തില്ലേ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ, സ്കൂളിൽ പോകണം, ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്, എക്സാമിൽ അപ്പിയർ ചെയ്യണം, അപ്പൊ എല്ലാം അവർക്ക് സ്ട്രെസ്സാണ്. അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇഫ് ദേ ലാക്ക് ദേ സ്കിൽസ്, ഇഫ് ടു മെനി ഡിമാൻഡ്സ് ആർ മെയ്ഡ് ഓൺ ദം, ദേ ഫെയിൽ. ഇഫ് ദേ ലാക്ക് ദെയർ സ്കിൽസ് ഓർ ഇഫ് ടു മെനി ഡിമാൻഡ്സ് ആർ മെയ്ഡ് ഓൺ ദം, ദേ ഫെയിൽ. ഒരു പക്ഷേ അവര് പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവരെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോഴും അവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. സ്റ്റുഡൻസ് ആർ ആൻഷ്യസ് ആസ് ദേ ആർ വറീഡ് അബൌട്ട് വെദർ ദേ വുഡ് ബി ഏബിൾ ടു ലിവ് അപ് ടു ദ എക്സ്പെക്ടേഷൻസ് ഓഫ് their peers.
പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതായത് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ആൻഷ്യസ് ആണ് അല്ലെ, ക്യൂരിയോസിറ്റി ആണ്, ഉത്കണ്ഠയാണ് അവർക്ക്. എന്താണ്, ആസ് ദേ വർ വെറീഡ് അബൌട്ട് വെദർ ദേ വുഡ് ബി ഏബിൾ ടു ലിവ് അപ് ടു ദ എക്സ്പെക്ടേഷൻസ് ഓഫ് ദെയർ പിയേഴ്സ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതായത് അവരുടെ പാരൻസിന്റെയും അവരുടെ മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും എക്സ്പെക്ടേഷൻസിന്, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ഉയരാൻ പറ്റുമോ എന്നുള്ള കാര്യം ഓർത്തിട്ട് അവരെപ്പോഴും ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ തന്നെയാണ് പിന്നീട് എന്തിലോട്ട് മാറുന്നത്, ഈ സ്ട്രെസ്സിലോട്ടും ടെൻഷനിലോട്ടൊക്കെ മാറുന്നത് എന്നാണ് പറയുന്നത്. ഒപ്റ്റിമൽ ആൻസൈറ്റി മോട്ടീവ്സ് ആൻഡ് കീപ്സ് ദം അഹെഡ് വൈൽ ഓവർ ആൻസൈറ്റി ഡിസേബിളിങ്. അവരെ എന്താണ്, ഈ ഓവർ ആൻസൈറ്റി അല്ലെ, ഉത്കണ്ഠയും മറ്റും അവരെ എന്ത് ചെയ്യാണ്, അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്. കാര്യം അവരെന്തുകൊണ്ടാണ്, അവർ എക്സാം അപ്പിയർ ചെയ്യാൻ പോകുമ്പോൾ അവരെക്കാൾ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് പേരൻസും ടീച്ചേഴ്സും ആണ്. അപ്പം ഇനി അഥവാ എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും അവർക്ക് സ്ട്രെസ് ആണ്. എന്താണ്, അതായത് മറ്റുള്ളവരുടെ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തതിലുള്ള ആ ഒരു ടെൻഷനും കൂടെ ഇവർക്ക് എന്താണ്, സ്ട്രെസ് ആയിട്ട് മാറുന്നാണ് പറയുന്നത്. ഇനി ആൻസൈറ്റി ഈസ് കോണ്ടാജിയസ് ആൻഡ് പാസ് ഇൻ ടു ഓൺ ടു അതർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്. ഇനി ഒരാൾക്ക് ഉള്ളത് തന്നെ ഇതെന്താണ്, ഒരു പകർച്ചവ്യാധി പോലെ എന്ത് ചെയ്യും, മറ്റുള്ളവരിലേക്കും പകരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. മറ്റ് സ്റ്റുഡൻസിന്റെ അടുത്തും ടീച്ചേഴ്സിന്റെ അടുത്തും പാരൻസിന്റെ അടുത്തും ഒക്കെ ഇത് പകരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. Adolescents, when stressed out, tended to perceive everything as an emergency. Some of the reasons of increase in stress level are identity crisis. ഇനി എന്താണ്, നമ്മൾ പറഞ്ഞാൽ ഈ കൗമാരപ്രായക്കാരിലെ ഈ അഡോളസൻസ് ആയിട്ടുള്ള ആൾക്കാർ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ എന്താണ്, അവരുടെ പ്രയോറിറ്റി എന്താണ്, ചില അത്യാവശ്യ കാര്യങ്ങൾ, അവരുടെ പ്രയോറിറ്റി അവരുടേത് മാത്രമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോവാണ് ചെയ്യുന്നത്. സം ഓഫ് ദ റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ലെവൽ ആർ ഐഡന്റിറ്റി ക്രൈസിസ്. അതായത് ഈ കൂടുതൽ ഉണ്ടാവുന്ന ഒരു കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വ്യക്തിത്വത്തിന് തന്നെ ബാധിക്കുന്നാണ് പറയുന്നത്. ഐഡന്റിറ്റി ക്രൈസിസ്, അവർക്ക് അവരെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐഡന്റിറ്റി ക്രൈസിസ്. കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്കൊക്കെ ഓരോരുത്തരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ ഈ സ്ട്രെസ് അനുഭവിക്കാൻ നമുക്ക് ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാനേ താല്പര്യപ്പെടുള്ളൂ. സോ they need to make career oriented decisions. Teachers and parents attitude and peer pressure. പിന്നീട് അവർ അനുഭവിക്കുന്ന വേറൊരു എന്താണ്, അവർക്ക് കരിയർ ബിൽഡപ്പ് ചെയ്യണം അല്ലെ. അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു കരിയർ അവർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെയും എന്താണ്, ഈ ടീച്ചേഴ്സും പാരൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നിർബന്ധിച്ച് ഒരു പ്രഷർ അല്ലെ, പിയർ പ്രഷർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പിയർ പ്രഷർ, അവിടെയും അവർക്കൊരു ഭാരം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ ഇനബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പാരൻസ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ. അതായത് ഇൻഎബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, അതായത് നല്ല രീതിയിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പാരൻസോ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ സ്റ്റുഡൻസോ പാരൻസോ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതും ഒരു ഭയങ്കര ഒരു ഡ്രോബാക്ക് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ആൻസൈറ്റി എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിലുള്ള ഒരു പകർച്ചവ്യാധിയാണ്. അത് സ്റ്റുഡൻസിലേക്കും ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് പാരൻസിലോട്ടും ഒക്കെ കൺവേർട്ട് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ സ്ട്രെസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക്, സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്വയം തിരിച്ചറിയാൻ തന്നെ അവരെ തന്നെ സ്വയം തിരിച്ചറിയാൻ അവർ ബുദ്ധിമുട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ടീച്ചേഴ്സും പാരൻസും ഒക്കെ അവരെ വല്ലാതെ ഇന്റർഫിയർ ചെയ്യും. അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ അവരെ വല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, അവരെ പ്രഷർ ചെലുത്തുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യുക. നെക്സ്റ്റ്, ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഗുഡ് ബ്രെയിൻ. അതായത് ഒരു നല്ലൊരു മെമ്മറി പവർ ബിൽഡപ്പ് ആവുന്നത് എങ്ങനെ, എവിടെ നിന്നാണ്, നല്ലൊരു ബ്രെയിനിൽ നിന്നാണ്. ദ ബ്രെയിൻ നീഡ്സ് എ ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. ഇനി നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ശരിക്കും നമുക്ക് ഓർക്കുമ്പോൾ തന്നെ വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്,
നല്ല ഒരു ബ്രെയിൻ ഒരു ഫങ്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? നല്ല സപ്ലൈസ് ഓഫ് ദീസ് എലമെന്റ്സ്, അതായത് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, ഇതിന്റെ ഒക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ് എന്ത് നമ്മുടെ ബ്രെയിനിന്റെ സപ്ലൈ എന്ന് പറയുന്നത്. സോ മേക്ക് ഷുവർ യു സിറ്റ് ഇൻ എ വെൽ വെന്റിലേറ്റഡ് പ്ലേസ് വെൻ സ്റ്റഡിങ്. പിന്നെ ഇതിൽ പറയാണ്, ഒരു സജഷൻ പറയാണ്, അതായത് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ഒരു നല്ല ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുക, വെന്റിലേറ്റഡ് പ്ലേസ്, നല്ല എയർ ഒക്കെ ആയിട്ടുള്ള, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. യുവർ ഡയറ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് മിൽക്ക്, ചീസ്, വാൾനട്ട്സ്, വീറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റാഗി ആൻഡ് ഡേറ്റ്സ്. ഇനി എന്താ പറയുന്നത്, നമ്മുടെ ഡയറ്റ്, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? പാലുൽപ്പന്നങ്ങൾ അല്ലെ, മിൽക്ക്, ചീസ്, വാൾനട്ട്സ്, വീറ്റ് ജേം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റാഗി ആൻഡ് ഡേറ്റ്സ്. അതായത് നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികളും ഗോതമ്പും പച്ചക്കറികളും പിന്നെ റാഗിയും ഈത്തപ്പഴം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ നമുക്കൊരു വെല്ലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഫുഡും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. സോ ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ബ്രെയിൻ ഫുഡ്. പിന്നെ നമ്മുടെ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ത്, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷന് നടക്കാൻ ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഫാറ്റി മീൽസ്, ഷുഗർ ആൻഡ് ആസിഡ്സ് ടേക്ക് അവേ കാൽഷ്യം ഫ്രം ദ സിസ്റ്റം. അതായത് ഫാറ്റി മീൽസ് അല്ലെ, ഭയങ്കര കൊഴുപ്പ് കൂടിയിട്ടുള്ള ഹെവി ആയിട്ടുള്ള മീൽസ് ഒന്നും നമ്മൾ കഴിക്കരുത്. ഷുഗർ, ആസിഡ്സ് പോലുള്ള, അതായത് ഓവർ കാൽഷ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഡയറ്റ്സ് റിച്ച് ഇൻ ഫൈബർ ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഹെൽപ്പ് ടു റെഡ്യൂസ് സ്ട്രെസ്. പിന്നെ നമ്മൾ എന്താണ്, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും നമ്മളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് കുട്ടികളാണ് കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന വിഭാഗം ആളുകൾ. അവർ പാരൻസിന്റെ അടുത്തുനിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും എപ്പോഴും സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരനുഭവിക്കുന്ന ആ ഒരു ഇതിനെയാണ് പറയുന്നത്. രണ്ടാമത്തെ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, അതിനൊരു സൊല്യൂഷൻ ആണ്. അതായത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ഓപ്പൺ പ്ലേസിൽ വെന്റിലേറ്റർ ഒക്കെ ഉള്ള ഒരു വെന്റിലേറ്റഡ് ആയിട്ടുള്ള നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇരിക്കണം. പിന്നെ നമ്മുടെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നമ്മൾ മിൽക്ക്, ചീസ്, പിന്നെ ഗോതമ്പ്, ഇലക്കറികള്, ഡേറ്റ്സ്, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്നാലേ നല്ലൊരു എന്താ പറയുക, നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെയിനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയും നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ മെമ്മറി. ഇനി നമുക്കൊക്കെ ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെ, നല്ലൊരു കോൺസെൻട്രേഷൻ, നല്ലൊരു ശ്രദ്ധിക്കാനുള്ള കഴിവ്, നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതെന്താണ്, അത് നമ്മുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ് വാട്ട് വൺ ഹാസ് ലേണിംഗ് ഈസ് ഹെൽപ്ഫുൾ. അതായത് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അല്ലെ, നമ്മൾ എന്താണ് ആദ്യം നമ്മൾ പഠിക്കും, ലേണിംഗ്, പിന്നെ നമ്മൾ ഓർക്കും, മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ്, പിന്നെ നമ്മളത് മനസ്സിലാക്കും എന്താണ്, പിന്നെ നമ്മളത് റീകോൾ ചെയ്യും. പിന്നെ നമ്മൾ റീകോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് വീണ്ടും ഓർക്കും, നമ്മൾ എന്താണ് പഠിക്കുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മളെ പഠിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് ലേണിംഗ്, മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ്. അതായത് ലേണിങ്ങും മെമ്മറൈസിങ് എങ്ങനെയാണ്, മനസ്സിലാക്കി അത് വീണ്ടും ഓർത്ത് പഠിക്കുന്നതിലാണ് എന്ത്, നമുക്ക് കൂടുതൽ നമ്മുടെ മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓർഗനൈസിങ് ആൻഡ് ഫ്രെയിമിംഗ് എ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ വെൽ ഓർഗനൈസിങ്ങും ഒരു നല്ലൊരു ഫ്രെയിം വർക്കും ഒക്കെ ചെയ്യുക, നല്ലൊരു ഒരു ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ടൈം ടേബിൾ ലെവൽ ഓഫ് സ്റ്റഡി നമ്മൾ നടത്തുക. അതെന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓർഗനൈസേഷനും ആൻഡ് ഫ്രെയിമിംഗ് എ ലോജിക്കൽ, ഇത് രണ്ട് ഓർഗനൈസേഷനും ഫ്രെയിമിംഗ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു അടുക്കും ചിട്ടയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. മാസ്റ്ററി നോട്ട് ജസ്റ്റ് ഓഫ് ദ കോണ്ടന്റ് ഓഫ് ദ സബ്ജക്ട് ബട്ട് ഓൾസോ ദ പ്രോസസ് ഓഫ് ആൻസറിങ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതായത് മാസ്റ്ററി is just of the content of the subject. അതായത് നമ്മുടെ സബ്ജക്റ്റിന്റെ കോണ്ടന്റ് എല്ലാം നമുക്ക് എന്താണ്, അത്
പഠനം മാത്രമല്ല, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ദ വേ ഓഫ് പ്രോസസ് ഓഫ് ആൻസറിങ്. അതായത് ആൻസർ ചെയ്യാന്നുള്ള പ്രോസസ്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതും വെൽ മാനേർഡ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ആൻസൈറ്റി ആൻഡ് ഫിയർ ഹാമ്പേഴ്സ് റീകോൾ ആൻഡ് റിസൾട്ട് ഇൻ മെന്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. ഇനി ആൻസൈറ്റി, എന്താ ആൻസൈറ്റി എന്ന് പറയുന്നത് അല്ലേ? ആൻസൈറ്റി ഉത്കണ്ഠ, പിന്നെ ഫിയർ പേടി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റീകോൾ ആൻഡ് റിസൾട്ട് മെന്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ ഉത്കണ്ഠയും നമ്മുടെ പേടിയും നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ മറവിയിലേക്ക് നയിക്കും. നമ്മളെ ഒന്നുമില്ലാത്തതുപോലെ അത് എന്ത് ചെയ്യും? അത് മാറ്റിയെടുക്കും എന്നാണ് പറയുന്നത്. വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം കുഡ് ലോവർ അക്കാഡമിക് പെർഫോമൻസ് അല്ലേ? അതായത് ടി വി കാണുക എന്നുള്ളത് എന്താണ്? നമ്മുടെ അക്കാഡമിക് പെർഫോമൻസിനെ വല്ലാതെ ബാധിക്കും. ഇന്നിപ്പോ ടി വി കാണലൊന്നുമില്ലെന്ന് മൊബൈൽ ഫോൺ ആണ് അല്ലെ? അപ്പൊ ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ അത് നമ്മളെ സ്റ്റഡിയെ വല്ലാതെ ബാധിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് സ്റ്റീൽസ് അവേ ഫ്രം ദ റീഡിംഗ് ടൈം. ടൈം മാനേജ്മെന്റ് ഇസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. ഇനി എന്താണ്? ഇറ്റ് സ്റ്റീൽസ്, അത് കവർന്നെടുക്കും എന്ത്? നമ്മുടെ വായന സമയത്തെ. നമ്മൾ ഈ ടി വിയും മൊബൈൽ ഫോണൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, മൊബൈൽ ഫോണിന്റെ കാര്യം ഇതിൽ പറയുന്നില്ല, ടെലിവിഷൻ ഒക്കെ കൂടുതലായിട്ട്, ടി വി ഒക്കെ കൂടുതലായിട്ട് കാണുന്ന സമയം അത് നമ്മുടെ സമയത്തെ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്? ടൈം മാനേജ്മെന്റ് ഇസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. അതായത് അച്ചടക്കത്തിന്റെ മെയിൻ ഉദാഹരണം, മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ടൈം മാനേജ്മെന്റ് ആണ്. സോ ടൈം മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. അപ്പൊ നമ്മളൊരു നല്ലൊരു ടൈം മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിൽഡ് ടൈം ആൻഡ് അൺഫിൽഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ആയി കിട്ടുന്ന സമയം, ഫ്രീ അല്ലാതെ കിട്ടുന്ന സമയം വെച്ച് നമ്മളൊരു നല്ലൊരു ബാലൻസിങ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. ഫിൽഡ് ടൈം ഇസ് ദ ടൈം സ്പെൻഡ് സ്ലീപ്പിംഗ്, ബേത്തിങ്, ഈറ്റിംഗ്, ഡ്രസ്സിങ് ആൻഡ് അറ്റൻഡിങ് സ്കൂൾ. അതായത് ഫിൽഡ് സമയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ? അതായത് ഉറക്കം, പിന്നെ കുളി, ഫുഡ് കഴിക്കുന്നത്, ഡ്രസ്സ് ചെയ്യുന്നത്, സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ മുതിർന്ന ആളുകളാണെങ്കിൽ ജോലിക്ക് പോകുന്നത്, ഇതൊക്കെ ഇത് കിട്ടുന്ന ഫ്രീ ആയിരിക്കുന്ന സമയമാണ് എന്ത്? അൺഫിൽഡ് ടൈം എന്ന് പറയുന്നത്. എ സ്കൂൾ ഹാസ് 10 hours ഓഫ് അൺഫിൽഡ് ടൈം. അതായത് എ സ്റ്റുഡന്റ് ഹാസ് 10 hours ഓഫ് അൺഫിൽഡ് ടൈം. അതായത് ഒരു സ്റ്റുഡന്റിന് 10 മണിക്കൂർ ഏകദേശം ഉണ്ടെന്ന്, ഫ്രീ ആയി കിട്ടുന്ന സമയം, ഒരു അൺഫിൽഡ് ടൈം ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഹൗ ബെസ്റ്റ് ഇസ് ദ സ്റ്റുഡന്റ് ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്? എത്രത്തോളം കുട്ടികൾ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. മേക്ക് എ ടൈം ടേബിൾ ഫോർ ദ 10 hours. ആ 10 മണിക്കൂറിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടൈം ടേബിൾ ഡെവലപ്പ് ചെയ്യണം. 7 to 8 hours of sleep is necessary for optimal physical rest and brain functioning. പിന്നെ പറയുന്നത് എന്താണ്? അതായത് 7 to 8 hours of sleep, അതായത് 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് ഉറങ്ങണം. അതൊരു ഫിസിക്കൽ റെസ്റ്റും ഒരു ബ്രെയിനിന്റെ ഫങ്ഷനും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എ പോസിറ്റീവ് തോട്ട് ഇസ് സീഡ് എ പോസിറ്റീവ് റിസൾട്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, എപ്പോഴും നല്ലത് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അപ്പൊ എന്താണ്? ഇസ് ദ സീഡ് ഓഫ് എ പോസിറ്റീവ് റിസൾട്ട്. അപ്പൊ അതൊരു സീഡ് ഓഫ് എ പോസിറ്റീവ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പോസിറ്റീവ് റിസൾട്ട് ആയിട്ട് അതെന്ത് ചെയ്യും? വരും. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് അത് വരും. പോസിറ്റീവ് തോട്ട് തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓൾവേസ് ഫീൽ പോസിറ്റീവ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക. ദിസ് വിൽ ഹെൽപ് ടു ലെസൺ സ്ട്രെസ്. അപ്പൊ ഈ ഒരു പോസിറ്റീവ് തോട്ട്സ് നമ്മളെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇഫ് എ സ്റ്റുഡൻസ് ഹാസ് സിംറ്റം ഓഫ് ആൻസൈറ്റി ഓർ ഡിപ്രഷൻ, സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. പിന്നെ നമുക്ക് ഇതിലൊന്നും നമ്മളെ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് എന്ത് ചെയ്യുക? സീക്ക് ചെയ്യുക, തിരയുക. നമ്മളൊരു സീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ്, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയോ ചെയ്യുക. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അത് ഭയങ്കര സിമ്പിൾ അല്ലെ? എല്ലാം സിമ്പിൾ തന്നെയാണ്, അതുപോലെ ഇതും സിമ്പിൾ ആണ്. എന്താണ്? നമ്മുടെ സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്ന് പറയുന്നത് അഡോൾസൻസ്, അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലും സ്ട്രെസ് അനുഭവിക്കുന്നത്. അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്. പിന്നെ അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ നേരത്തും അവരുടെ പാരൻസും അവരുടെ ടീച്ചേഴ്സും ഒക്കെ വല്ലാതെ അതിലേക്ക് ഇടപെടും, ഇന്റർഫിയർ ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ആൻസൈറ്റി. പിന്നെ പറയുന്നത് ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി പോലെയാണ്, ഒരു കോണ്ടാജിയസ് ആണ്.
അതായത് സ്റ്റുഡൻസ് ഒന്നും ടീച്ചേഴ്സിന് മറ്റു ടീച്ചേഴ്സിലേക്കും ഒക്കെ ഇതെല്ലാവർക്കും ഉണ്ടാവും. ഒരു സ്റ്റുഡൻസിന്റെ മാത്രം കാര്യമല്ല, അത് എല്ലാവരും അനുഭവിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെ പിന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന അഡോൾസൻസ് അല്ലെ, അവരെന്താണ്, അവർക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ്, ഫ്യൂച്ചറിൽ അവർക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും പറയുന്നു. സോ ദേ നീഡ് ടു മേക്ക് എ കരിയർ ഓറിയന്റഡ് ഡിസിഷൻ. അതുകൊണ്ട് അവരൊരു കരിയർ ഓറിയന്റഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുമ്പോഴും അവരുടെ പാരന്റ്സോ അവരുടെ ടീച്ചേഴ്സോ വല്ലാതെ ഇന്റർഫിയർ ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ഈ പാരഗ്രാഫിൽ പറയുന്നത് ഗുഡ് മെമ്മറിക്ക് ഗുഡ് മെമ്മറി എന്ന് പറയുന്ന ഒരു ഗുഡ് ബ്രെയിൻ എന്ന് വരുന്നതാണ്. അപ്പൊ ബ്രെയിനിന്റെ ഫംഗ്ഷന് കറക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കോൺസെൻട്രേഷൻ, പിന്നെ ഈ ചെറിയ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാൻ നമ്മളൊരു ക്വയറ്റ് ആയിട്ടുള്ള എന്താ പറയുക നല്ലൊരു ഓർഗനൈസിങ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, നമ്മുടെ സ്ക്രീൻ ടൈം, TV കാണലൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അത് നമ്മുടെ റീഡിങ് ടൈമിനെ, നമ്മുടെ സ്റ്റഡി ടൈമിനെയൊക്കെ സ്റ്റീൽ ചെയ്യും. അപ്പൊ നമ്മളൊരു നല്ലൊരു ടൈം മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏകദേശം 10 മണിക്കൂർ സമയം കിട്ടും എന്തിന്, പഠിക്കാനും അല്ലെങ്കിൽ എഴുതാനും ഇതിനൊക്കെ. അപ്പൊ ആ സമയം നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ച് നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കുക എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങിയിരിക്കണം. ഇതിലൊന്നും നമുക്കൊരു ഉയർച്ച ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പേർട്ടിന്റെ സഹായം തേടണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് 6th അല്ലെ, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ 7th റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന സ്ട്രെസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതില് എക്സസൈസ് പോർഷൻ നിങ്ങൾ വായിക്കുക, നോട്ട്സ് ഉണ്ട്, ഇതിന്റെ ആൻസറും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമർ പോർഷൻസ് ഒന്നും ഇതിലില്ല. നമ്മൾ ടൈം മാനേജ്മെന്റും പിന്നെ നമ്മുടെ സ്ട്രെസ്സും പിന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ 6th ചാപ്റ്ററിൽ കമല സുരയ്യയുടെ ഒരു ചെറിയൊരു പോയട്രി, അവരനുഭവിക്കുന്ന ലോൺലിനെസ്, അവരുടെ വീട്ടിലായപ്പോൾ അവര് ജീവിച്ച ലൈഫ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. ഇതിലാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ. അപ്പൊ ഇന്ന് 2 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.